ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഇതൊക്കെ കണ്ടു, പള്ളിയൊക്കെ കണ്ടു, എന്നിട്ട് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് എന്തായാലും കാര്യം പറഞ്ഞാൽ, പക്ഷെ നല്ല അടിപൊളി എന്താ ഇപ്പൊ പറയണേ, സ്ഥലം എന്നല്ല പറഞ്ഞേ, അടിപൊളി എന്താന്ന് പറയണേ, സിറ്റി അല്ല, രാജ്യമല്ലാന്ന്. അടിപൊളി കൊത്തുപണിയൊക്കെയാണ് എന്തായാലും കാണാൻ, ആ പള്ളിയിൽ കാണാനുണ്ടായിരുന്നത് ആർക്കിടെക്ചർ. ഓക്കെ, അപ്പൊ നമ്മൾ തിരിച്ചതൊക്കെ ഇറങ്ങി. അപ്പൊ നമുക്കിത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഒരു ഐസ്ക്രീം ഒക്കെ തിന്നിട്ട് നമ്മൾ റൂമിലേക്ക് പോകാനാണ് വിചാരിക്കുന്നത്. എന്നിട്ട് നൈറ്റ് ലൈഫിനായിട്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങാം, പുറത്തേക്ക് വീണ്ടും ഇറങ്ങാം. അപ്പോൾ നമ്മൾ ഇവിടെ പ്രാഗിൽ വന്നിട്ട് രാത്രി നമ്മൾ ഡാൻസിങ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൻ്റെ അടുത്താണ് വന്നേക്കണേ. അപ്പോൾ അത് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു പെണ്ണ് ഡാൻസ് കളിക്കാൻ നിൽക്കണ പോലത്തെ ഒരു രീതിയിലൊക്കെയാണ് കാണുന്നത്. അത് ഞങ്ങൾക്കിപ്പോൾ കാണിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി വെറുതെ നമ്മൾ നടക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കുവാണ്. അപ്പോ നമ്മൾ ചുമ്മാ വീട്ടില് ഇരുന്ന് ഓടിച്ചു കഴിഞ്ഞപ്പോ 10:30 രാത്രി. അപ്പൊ പുറത്തിറങ്ങിയേക്കുവാണ്. എന്നാലും നമ്മുടെ നാളൊന്നും പോലെ 10:30 ആകുമ്പോഴും നല്ല ആൾക്കാരൊക്കെ നല്ല ബിയറൊക്കെ അടിച്ച് സെറ്റായിട്ട് നടക്കുവാണ് ഇതിലെ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നടന്നു പോന്നു കഴിഞ്ഞപ്പോൾ ഒരു അവിചാരിതമായിട്ട് കണ്ട ഒരു സ്റ്റാച്ചു ആണിത്. ഫ്രാൻസ് കഫ്ക എന്ന് പറഞ്ഞ ഒരു ചെക്ക് നോവലിസ്റ്റിന്റെ പുള്ളിയുടെ ആദരസൂചകമായിട്ട് ഇവര് പണിഞ്ഞേക്കണ ഒരു സ്റ്റാച്ചു ആണിത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 42 ലെയറുള്ള റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാച്ചു ആണിത്. എന്ന് വെച്ചാൽ ഫേസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു സ്റ്റാച്ചു ആണിത്. കൊള്ളാം അല്ലേ? പിന്നെ വീഡിയോയിൽ മെയിനായിട്ടുള്ളൊരു സംഭവം വിട്ടുപോയി. നമ്മളിവിടെ പ്രാഗിൽ വന്നിട്ട് നമുക്ക് വളരെ ചീപ്പായിട്ടിട്ട് നമുക്കൊരു അപ്പാർട്ട്മെൻറ്റ് മൊത്തമായിട്ട് ഞങ്ങൾ എടുക്കുക ചെയ്തത്. റൂമൊന്നുമില്ല, വളരെ ചീപ്പൊക്കെ ആയിട്ട്. നമ്മുടെ ജർമ്മനീനേക്കാളും നല്ല ചീപ്പാണ് പ്രാഗ്. അപ്പോൾ നമ്മളൊരു അപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾക്ക് 8 പേർക്കായിട്ട് മൊത്തം ഒരു ദിവസത്തേക്ക് എടുത്തു. അങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ താമസമൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് ഇന്നലെ പറഞ്ഞ ഡാൻസിങ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ നല്ല വ്യൂ ഒക്കെ ആയിട്ടായിരുന്നു ഇന്നലെ ഫുഡൊക്കെ കഴിച്ച് ഇന്നലെ റൂമിൽ നല്ല സുഖമായിട്ട് കിടന്നൊക്കെ ഉറങ്ങി. അപ്പോൾ രാവിലെ ഒരു 8 മണി 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഈ ടൈമിൽ ഇറങ്ങിയാലാണ് നമുക്കൊരു 8 മണി അല്ലെങ്കിൽ വൈകിട്ട് ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി വേറെ എവിടെ കയറണമെന്നില്ല, നേരെ ജർമ്മനിയാണ്. അപ്പോൾ ഇനി അവസാന വട്ട കാഴ്ച അല്ലെങ്കിൽ അവസാന വട്ട നോക്ക് പോലെ ഒന്നുകൂടെ പ്രാഗിനെ ഒന്ന് കണ്ടിട്ട് നമ്മൾ നേരെ ജർമ്മനിക്ക്. അപ്പോൾ ഭൂരിഭാഗം പേർക്ക് അറിയായിരിക്കും ഇവിടെ ജർമ്മനിയിൽ ഓട്ടോ ബാനിൽ അഥവാ ഹൈവേ എന്നൊക്കെ നമുക്ക് പറയാം, അവിടെ സ്പീഡ് ലിമിറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ അത്യാവശ്യം 200 കയറ്റിയിട്ടാണ് വണ്ടി പോയത്. അപ്പോൾ നമ്മൾ അങ്ങനെ 200 കയറി പതുക്കെ ഒരു 6 മണി 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ജർമ്മൻ ബോർഡർ കടന്നു. എന്നിട്ട് നേരെ നമ്മൾ ഹാനോവറിലെത്തിയ ഒരു ട്രെയിൻ പിടിച്ച് നേരെ വീട്ടിലേക്ക്. തരാ ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ.